മാളയിൽ ടാക്സി ഡ്രൈവറെ ഇതര സംസ്ഥാന തൊഴിലാളി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. നെയ്തുകുടി സ്വദേശി വടക്കാലുങ്കൽ വീട്ടിൽ ബാലനാണ് മർദ്ദനമേറ്റത്. സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച കൊടുങ്ങല്ലൂർ സയൻസ് പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു. MLA PR സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പഴുവിൽ താഞ്ഞത്ത് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. താനും വലിയകത്ത് ബാദുഷയുടെ മകൾ ബാദിറയാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാളയിൽ ടാക്സി ഡ്രൈവറെ ഇതര സംസ്ഥാന തൊഴിലാളി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. നെയ്തുകുടി സ്വദേശി വടക്കേ ആലുങ്കൽ വീട്ടിൽ ബാലനാണ് മർദ്ദനമേറ്റത്. മുഖത്ത് പരിക്കേറ്റ ബാലൻ ആശുപത്രിയിൽ ചികിത്സ തേടി. തലയിലെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക നിഗമനം. മാളയിൽ ടാക്സി ഡ്രൈവറെ ഇതര സംസ്ഥാന തൊഴിലാളി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. നെയ്തുകുടി സ്വദേശി വടക്കേ ആലുങ്കൽ വീട്ടിൽ ബാലനാണ് മർദ്ദനമേറ്റത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. മദ്യപിച്ചെത്തിയ തൊഴിലാളി ടാക്സി കാറിൽ ചാരി നിൽക്കുകയും കാർ എടുത്തു പോകാൻ ശ്രമിച്ച ഡ്രൈവറായ ബാലനുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പിന്നീട് വാക്കേറ്റം സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഡ്രൈവറെ തൊഴിലാളി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവം കണ്ട നാട്ടുകാർ ഓടിയെത്തുന്നതിനിടയിൽ അതിഥി തൊഴിലാളി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടതായി പറയുന്നു. മുഖത്ത് പരിക്കേറ്റ ബാലൻ ആശുപത്രിയിൽ ചികിത്സ തേടി. തലയിലെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക നിഗമനം. 30 വർഷത്തിനു മുകളിലായി ടാക്സി ഡ്രൈവറാണ് ബാലൻ. സംഭവത്തിൽ പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ലെന്നാണ് വിവരം. മീഡിയ ടൈം, മാള. സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച കൊടുങ്ങല്ലൂർ സയൻസ് പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു. MLA PR സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ സുമിത നിസാഫ് മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രൈമറി തലം മുതൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് വരെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് കൊടുങ്ങല്ലൂർ സയൻസ് പാർക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. വിവിധ വിഷയങ്ങളിൽ പരീക്ഷണശാലകളും സയൻസ് പാർക്കും കേന്ദ്രവും ശാസ്ത്ര മ്യൂസിയവും പ്ലാനറ്റോറിയവും ഇതിന്റെ ഭാഗമായി ഇവിടെ നിർമ്മിക്കും. ലാബുകളുടെയും ഓഫീസ് സംവിധാനങ്ങളുടെയും നിർമ്മാണം ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രോഗ്രാമുകൾ ചിട്ടപ്പെടുത്തും. വിദ്യാർത്ഥികൾക്കുള്ള ഏകദിന സമ്പർക്ക പരിപാടി, സമ്മർ ക്യാമ്പുകൾ, വിവിധ ടെക്നിക്കൽ സെഷനുകൾ ഇതിന്റെ ഭാഗമായി ഇവിടെ ഒരുക്കപ്പെടും. പിന്നീട് ഗീതേച്ചിയും അതുപോലെ തന്നെ ഷിനിജയും വാർഡിൻ്റെ മെമ്പറായിട്ട് വന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് ഇന്ന് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാകുന്നൊരു റീച്ച് എന്ന് പറയുന്നത്. സയൻസ് കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുകയാണ്. നല്ല സയൻറ്റിസ്റ്റുകളെ നമുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 3 കോടി രൂപ അനുവദിക്കുകയും പിന്നീട് അതിൻ്റെ ബഡ്ജറ്റ് തുക വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വരികയും പിന്നീട് അത് പോരാ എന്നുള്ളൊരു തോന്നൽ, ഒരു 44 കോടി രൂപയുടെ എസ്റ്റിമേറ്റും അതുപോലെ തന്നെ ഡിസൈനും തയ്യാറാക്കിക്കൊണ്ട് ഇതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് 44 കോടി രൂപയുടെ എസ്റ്റിമേറ്റും അതിൻ്റെ ഡിസൈനുമാണ് നമ്മുടെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും അത് പൂർത്തീകരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. വിവിധ ശാസ്ത്ര വിഷയങ്ങളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ്, പ്രൊജക്ട് വർക്ക് എന്നിവ ഇവിടെ ചെയ്യാൻ കഴിയും. അതിൻ്റെ സജ്ജമായ ലാബുകളും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. ടീച്ചേഴ്സ് ട്രെയിനികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ സ്ഥാപനം ഉപകാരപ്രദമാകും. വിവിധ ശാസ്ത്ര വിഷയങ്ങളിലെ ടീച്ചിംഗ്, നിർമ്മാണം എന്നിവയിൽ അധ്യാപക വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം നൽകും. കൂടാതെ ശാസ്ത്ര അധ്യാപകർക്കും ഇവിടെ പരിശീലനം നൽകുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പഴുവിൽ താഞ്ഞത്ത് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. +2 പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ താനും വലിയകത്ത് ബാദുഷയുടെ മകൾ ബാദിറയാണ് മരിച്ചത്. താനും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്.
രാവിലെ നടന്ന പരീക്ഷ കഴിഞ്ഞ് ഉച്ചയോടെ വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനി വീടിന് സമീപത്ത് വെച്ച് വഴിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ പഴുവിൽ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാള ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ്, കമ്പാനിയോ കമ്പനി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ പൾസ് തെറാപ്പി ക്യാമ്പിന് തുടക്കമായി. മാർച്ച് 23 വരെയാണ് ക്യാമ്പ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നിത ജോഷി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ജോഷി കാഞ്ഞുത്തറ, കമ്പാനിയോ ജീവനക്കാരി സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. ബെറ്ററായിരുന്നു എന്ന് നിങ്ങൾ മുന്നോട്ട് തന്നെ പറയും കേട്ടോ. ഓരോരുത്തരെ കൊണ്ട് ഞാനത് മൈക്ക് തന്ന് നിങ്ങളെ മുന്നിൽ സംസാരിപ്പിക്കുന്നതായിരിക്കും. ടെക്സ്റ്റ് മോർണിംഗ് ഉണ്ടാവും. ഇപ്പോഴല്ല, ഒരു 5 ദിവസം കഴിയട്ടെ. ഈ വരുന്ന ആൾക്കാർ തന്നെ ഷെയർ ചെയ്ത് ഇനി ആൾക്കാരെ കൊണ്ടുവരണം. അറിയാൻ വയ്യാത്ത പല ആൾക്കാരും, ഞങ്ങൾക്ക് നോട്ടീസ് കൊടുക്കാൻ പറ്റാത്ത പല ആൾക്കാർക്കും ഉണ്ട്. അറിയാൻ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ പറയണം ഇങ്ങനെ ഒരു പൾസ് തെറാപ്പി ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ വന്ന് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായിട്ടോ? അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആൾക്കാരെ മാക്സിമം കൊണ്ടുവരിക. 15 ദിവസം നമ്മുടെ ക്യാമ്പിൽ നല്ല ഫുള്ളുള്ള ആളുകൾ വേണം. എങ്കിലേ നമുക്ക് ഈ ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചാലക്കുടി പ്രസ് ഫോറം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഇഫ്താർ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ കളക്ടറായിട്ട് ചാർജ് എടുത്തിട്ട് പങ്കെടുക്കുന്ന ആദ്യത്തെ ഇഫ്താർ സംഗമമാണ് ഇത്. നിങ്ങൾ നൽകിയ സ്നേഹത്തിനും ഒത്തിരി നന്ദി. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ 8ാമത്തെ ദിവസമാണ് ഓഫീസിൽ. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷനിലേക്ക് എന്നെ ക്ഷണിച്ചത്. ഈ വേദി വളരെ നിറവോടുകൂടി ഇരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ യഥാർത്ഥ കേരളം എന്താണെന്ന് നോക്കിയാൽ ചിലപ്പോൾ ഈ വേദിയിൽ കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ശ്രീ KS ഹുസൈൻ ഹാജി ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിസിപ്ലിനോടുകൂടി, ഒരു അച്ചടക്കത്തോടു കൂടി ഭക്ഷണവും വെള്ളവും എല്ലാം ഉപേക്ഷിച്ച് ഒരു സമൂഹം ഒരു നോമ്പ് കാലം നടത്തുന്ന ഒരു പുണ്യമാസമാണിത്. ഇതിൻ്റെ സൺസെറ്റിന് ശേഷം എല്ലാവരും ഒത്തുചേർന്ന്, എനിക്ക് തോന്നുന്നു ഇഫ്താർ സംഗമം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു ചേർക്കുന്ന ഒരു സംസ്കാരമാണ് ഇഫ്താർ സംഗമം എന്ന് പറയുന്നത്. പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയായി. ചാലക്കുടി നഗരസഭ അധ്യക്ഷ ആലി ഷിബു, ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം KS ഹുസൈൻ, സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലീല സുബ്രഹ്മണ്യൻ, KC മനോജ്, പോളി പുളിക്കൽ, നഗരസഭ LDF പാർലമെന്ററി പാർട്ടി നേതാവ് ജിൽ ആന്റണി, സംഘാടക സമിതി ചെയർമാൻ PA ഫൈസൽ, കൺവീനർ KB ബിനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജമാഅത്തെ ഇസ്ലാമി കൊടുങ്ങല്ലൂർ ഏരിയ സമിതി KBS ദർബാർ ഹാളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം സാമ്രാജ്യത്വ ശക്തികളുടെ യുദ്ധവെറിക്കെതിരായ പ്രതിഷേധ കൂട്ടായ്മയായി മാറി. ഇഫ്താറിനോടനുബന്ധിച്ച് യുദ്ധവും സാമ്രാജ്യത്വ താൽപര്യങ്ങളും എന്ന വിഷയത്തിൽ നടത്തിയ ചർച്ച സായാഹ്നത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറങ്ങിലുള്ളവർ പങ്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമി കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ് അനസ് നദ്വി അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോൺസൺ പങ്കേത്ത്, നെടിയത്തളി ശിവക്ഷേത്രം തന്ത്രി ബാബു ശാന്തി, CPM ജില്ലാ സമിതി അംഗം PP സുഭാഷ്, തൃശൂർ ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി നാസർ തോട്ടുങ്കൽ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് യൂസഫ് പടിയത്ത്, വെൽഫെയർ പാർട്ടി ജില്ലാ സമിതി അംഗം TV ശിവശങ്കരൻ, ശില്പി ഡാവിഞ്ചി സുരേഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി ഷാജി തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. ഡോക്ടർമാരുടെ OP സമയം 1 മണിക്കൂർ കൂട്ടിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് KGM-OA ചാലക്കുടി താലൂക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർന്ന് സർക്കാർ ഓർഡർ കോപ്പി കത്തിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഷഫാസ് അധ്യക്ഷനായി. ഡോക്ടർ അനുപമ വിജയൻ, ഡോക്ടർ സിജോയ് ജോസ് P, ഡോക്ടർ MS ആശ, ഡോക്ടർ മിനിമോൾ, ഡോക്ടർ ജോബിൻ ചോണി തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത ചലച്ചിത്ര സഹസംവിധായകൻ വിജീഷ് IK മസ്തിഷ്ക സംബന്ധമായ രോഗത്താൽ ചികിത്സയിലിരിക്കെ മരിച്ചു. തൃശൂർ ഏങ്ങണ്ടിയർ സ്വദേശിയാണ്. ടീൻസ്
ഓടും രാജ ആടും റാണി, ദേവയാനം, പത്രോസിന്റെ പടപ്പുകൾ തുടങ്ങിയവയാണ് പ്രവർത്തിച്ച പ്രധാന സിനിമകൾ. ചാലക്കുടി ദേശീയപാതയിൽ KSRTC ബസിന് പുറകിൽ കാർ ഇടിച്ചു. ദേശീയപാതയിൽ ചാലക്കുടി പാലം കടന്ന് സർവീസ് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് വെച്ചാണ് പുറകെ വന്ന കാർ ബസിന് പുറകിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് നിർത്തിയിട്ടു. ഇതിനിടയിൽ പുറകിൽ വരികയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 4:30 സംഭവം. അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തകർന്നു. പോലീസ് എത്തി വാഹനം മാറ്റി ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കി. ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തിനും ജനദ്രോഹ നടപടികൾക്കുമെതിരെ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം നൽകുന്ന ജീവിത സമരയാത്രയുടെ ഭാഗമായി സംസ്ഥാന ട്രഷറർ KV മുരളി നയിക്കുന്ന മധ്യമേഖല ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് PA സയ്യിദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ PA സയ്യിദ് മുഹമ്മദ്, V ഫിലിക്സ്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രൊഫസർ KA സിറാജ്, PA മുഹമ്മദ് സഗീർ, സുധാകരൻ മണപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിൽ ഇഫ്താർ സംഗമം നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ക്രസന്റ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ചെയർമാൻ MK അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി. മാള ഹേവൻസ് സ്കൂളിലെ അധ്യാപകൻ KS അമീർ ഷാ, ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടൻ, US അജയ് കുമാർ, ക്രസന്റ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് PK സിദ്ദിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സൊസൈറ്റി വൈസ് ചെയർമാൻ മുഹമ്മദ് ഹാറൂൺ, ജോയിന്റ് സെക്രട്ടറി ഷാഹുൽ പണിക്ക് വീട്ടിൽ, ഖജാൻജി മുഹമ്മദ് ബുഖാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. GOA ചാലക്കുടി ഏരിയയുടെ 37ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം നടന്നു. CITU സെക്രട്ടറി EA ജതിലകൻ ഉദ്ഘാടനം ചെയ്തു. KGOA സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് K ദാമോദരൻ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM മഞ്ജേഷ്, KGOA ഏരിയ സെക്രട്ടറി രാജേന്ദ്രൻ K, പ്രസിഡന്റ് രാജേഷ് V ചന്ദ്രൻ, അരുൺ S തുടങ്ങിയവർ സംസാരിച്ചു. 8.36 കിലോഗ്രാം കഞ്ചാവുമായി അതിഥി തൊഴിലാളി പിടിയിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി ദീൻ ഷേഖാണ് അറസ്റ്റിലായത്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എറണാകുളം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും ആലുവ RPFും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ആലുവ റെയിൽവേ സ്റ്റേഷൻ കവാടത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ DS അരുണിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. RPF അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഫിലിപ്പ് ജോൺ, സുരേന്ദ്രൻ K, വിഹാൻ, പ്രിവന്റീവ് ഓഫീസർ TS പ്രതീഷ്, ശ്യാം കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ ജിജോ അശോക്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിജി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാളയിൽ ടാക്സി ഡ്രൈവറെ ഇതര സംസ്ഥാന തൊഴിലാളി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. നെയ്തുകുടി സ്വദേശി വടക്കേ ആലുങ്കൽ വീട്ടിൽ ബാലനാണ് മർദ്ദനമേറ്റത്. സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച കൊടുങ്ങല്ലൂർ സയൻസ് പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു. MLA VR സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പഴുവിൽ താഞ്ഞത്ത് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. താന്യം വലിയകത്ത് ബാദുഷയുടെ മകൾ ബാദിറയാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.